പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു തരംഗം വീശിയാൽ 100 സീറ്റ് എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന ദുർഭരണം, കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർന്നു, തറവാട് കുളം തോണ്ടി വിത്തെടുത്ത് കുത്തേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും UDF തരംഗമാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. കേരളത്തിൽ ഇപ്പോഴും BJP ഒരു ഫാക്ടറല്ല. അതൊരു ഹിന്ദുത്വ പാർട്ടിയായി നിൽക്കുന്നെങ്കിൽ പോലും ഹിന്ദുക്കളുടെ പിന്തുണ BJPയേക്കാൾ കൂടുതൽ കോൺഗ്രസിനും CPM ഉണ്ട്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100-ലധികം സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ള വിജയപ്രതീക്ഷയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ചിലർ പറയുന്നു 80-85 സീറ്റുകളാണ് ലഭിക്കുക എന്ന്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സീറ്റാണ് അവർ നേടുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു ധാരണയായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. വലിയ വിജയപ്രതീക്ഷയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. താങ്കൾ പറഞ്ഞതുപോലെ 80-85 സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു തരംഗം വീശിയാൽ 100 സീറ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം, 2 തെരഞ്ഞെടുപ്പിലാണ് അത്ഭുതകരമായ വിജയം UDF നേടിയത്. 1977-ൽ 140-111 സീറ്റ് കിട്ടി. ലോക്സഭയിലെ മുഴുവൻ സീറ്റ് കിട്ടി. അതാണ് ചരിത്ര വിജയം. അതിനുശേഷം 2001-ൽ ശ്രീ AK ആരുടെ നേതൃത്വത്തിൽ 99 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നു. ഇതിന് സമാനമായ ഒരു തരംഗമാണ് കേരളത്തിൽ ഇപ്പോൾ അലയടിക്കുന്നത്. അന്ന് അടിയന്തരാവസ്ഥ കാലത്തായതുകൊണ്ട് എങ്ങനെ വിജയമുണ്ടായെന്ന് ചോദിക്കുന്നതിൽ പോലും അടിയന്തരാവസ്ഥയുടെ മുമ്പുള്ള 7 വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച ഭരണമായിരുന്നു. അച്യുതമേനോൻ്റെ കാലത്ത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മന്ത്രിസഭ എന്ന് ചോദിച്ചാൽ ആ മന്ത്രിസഭയാണ്. അപ്പോൾ ആ മന്ത്രിസഭയുടെ വികസന നേട്ടങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വിജയം. ദേശീയ തലത്തിൽ വടക്കൻ കാറ്റ് കോൺഗ്രസിനെതിരായിരുന്നെങ്കിൽ പോലും ആ വടക്കൻ കാറ്റൊന്നും ഇവിടെ ബാധിച്ചില്ല, ഇവിടെ വിജയിച്ചു. 2001-ൽ എന്താ സംഭവിച്ചത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് ധനകാര്യ കെടുകാര്യസ്ഥത ഏറ്റവും അധികം ഉണ്ടായത് 96 കാലത്താണ്. അന്ന് ശിവദാസ മേനോനാണ് മന്ത്രി. അദ്ദേഹം ഒരു നല്ല അധ്യാപകനാണ്, പക്ഷേ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. വണ്ടിച്ചെക്കുമായി ആളുകൾക്ക് കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നു. സാമ്പത്തിക സ്ഥിതി അങ്ങ് പിന്നെ ജനകീയ ആസൂത്രണൻ്റെ പേരിൽ നമ്മുടെ തോമസ് ഒക്കെ കാട്ടിക്കൂട്ടിയ ഇതെന്തായിരുന്നു? അധികാര വികേന്ദ്രീകരണം, അഴിമതി വികേന്ദ്രീകരണമായി. പിന്നെ മാത്രമല്ല, പിന്നീട് വ്യാജ ചാരായം ഒഴുകി മണിച്ചൻ്റെ ഗോഡൗണിൽ നിന്നും പിടിച്ച ചാരായമൊക്കെ അന്ന് വലിയ വാർത്തയല്ലേ. പിന്നെ +2 അഴിമതി. അങ്ങനെ അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഒരു ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ കാറ്റ് വീശിക്കൊണ്ടാണ് 99 സീറ്റ് കിട്ടിയത്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന ദുർഭരണം, കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർന്നു, തറവാട് കുളം തോണ്ടി വിത്തെടുത്ത് കുത്തേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5-6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത കിബി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി അത് മുഖേന മസാല ബോണ്ട് എന്ന് പറഞ്ഞ് ലണ്ടനിൽ പോയി മണിയടിച്ചും മറ്റ് കടപ്പത്രത്തിലൂടെയൊക്കെ കോടിക്കണക്കിന് രൂപ വാങ്ങിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്താ? ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിലാണെങ്കിൽ പോലും പ്രത്യുൽപാദനപരമോ ഒന്നുമില്ല. ഇതെങ്ങനെ തിരിച്ചടയ്ക്കും? ലൈഫ് മിഷൻ വീട് കൊടുത്തു എന്ന് പറയുന്നു. ആ വീട് കൊടുക്കേണ്ടതിൻ്റെ ബാധ്യത എത്ര? ഹഡ്കോയുടെ ലോൺ എത്രയുണ്ട്? ബാക്കി കൊടുക്കേണ്ട ലോൺ ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കേരളത്തെ ഭീമാകാരമായ ഒരു കടക്കണിയിലാക്കിയ ധനകാര്യ മാനേജ്മെൻറ്റ് ഇത് തുടങ്ങി വെച്ചത് തോമസ് ഐസക്കാണ്. ആ ധനകാര്യ മാനേജ്മെൻറ്റ് മുഴുവൻ കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർന്ന് തറവാട് കുളം തോണ്ടുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ധവളപത്രം ഇറക്കേണ്ടതാണ്. ധവളപത്രം സത്യം പറഞ്ഞാൽ മരണപത്രമാണ്. പണ്ട് ചില കാരണവന്മാർ മരിക്കുന്നതിന് മുമ്പ് മരണപത്രം എഴുതി വയ്ക്കും. ആളുകൾ അനന്തരവന്മാരും മക്കളൊക്കെ കരുതും ഞങ്ങൾക്ക് എന്തോ സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നു. പൊട്ടിച്ച് നോക്കുമ്പോഴാണ് പറയുന്നത് കടത്തിൻ്റെ ലിസ്റ്റാണ്. അതേ കടത്തിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള ഒരു കെടുകാര്യസ്ഥതയില്ലാത്ത സാമ്പത്തിക രംഗം തകർത്ത ഗവൺമെൻറ്റിനെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് ജനങ്ങൾ ആട്ടിപ്പായിക്കുന്ന ഒരവസ്ഥയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ പാലിക്കില്ലേ? അതൊരു തരംഗമായി രൂപാന്തരപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക രംഗം മാത്രമല്ല, എല്ലാ രംഗവും. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. അടുത്ത കാലത്ത് പറയുന്നത് വെന്റിലേറ്ററല്ല, മോർച്ചറിയിലാണ്. വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്താ? നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജോലി കിട്ടുമോ? അതുകൊണ്ട് പഠിക്കുന്നതിൻ്റെ പോലും വിദ്യാലയങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണത്തിൽ നമ്മൾ മുന്നിലാണ്. പക്ഷേ ഗുണനിലവാരത്തിൽ താഴെയായതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം തകർന്നു. ഏത് രംഗമാണ് തകരാത്തത്? അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതായത് വലിയൊരു UDF തരംഗമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും UDF തരംഗമാണ്. കാരണം
ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. ഈ കുത്തൊഴുക്കിൽ പല വൻമരങ്ങളും കടപഴകി വീഴാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മന്ത്രിമാർ കൂട്ടത്തോടെ പരാജയപ്പെടും. 21 മന്ത്രിമാരിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡസൻ പേര് പങ്കെടുക്കും, 12 പേര് ഭരിക്കുമെന്നാണ്. ഞാൻ പറയുന്നു 15 പേർ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വീഴാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് സത്യത്തിൽ മത്സരം നടക്കുന്നത്? CPM-ഉം കോൺഗ്രസും ആണോ, അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും തമ്മിലാണോ? കേരളത്തിൽ മത്സരം എപ്പോഴും LDF UDF തമ്മിലാണല്ലോ. ഇടക്കാലത്ത് BJP വളർന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ BJP-യുടെ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേണും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും നിയമസഭയിലും വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാം, 2019 തന്നെ ഏതാണ്ട് BJP-ക്ക് ഒരു വളർച്ചയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏതാണ്ട് 18-19 ഉണ്ടായിരുന്നത് ഒരു 15-16 ചുരുങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP-യുടെ വോട്ട് 10-12 കുറഞ്ഞു. ഇപ്പോഴാണോ അതുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെച്ച കണക്കനുസരിച്ച് BJP-ക്ക് ധാരാളം സ്ഥലങ്ങളിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനമൊക്കെ ഉണ്ട്. അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ പറ്റില്ലെങ്കിലും ചില പോക്കറ്റുകൾ അവർക്ക് സ്വാധീനമുള്ളത് കൊണ്ട് അവർക്ക് പഞ്ചായത്തിൽ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും BJP ഒരു ഫാക്ടറല്ല. അതൊരു ഹിന്ദുത്വ പാർട്ടിയായി നിൽക്കുന്നെങ്കിൽ പോലും ഹിന്ദുക്കളുടെ പിന്തുണ BJP-യേക്കാൾ കൂടുതൽ കോൺഗ്രസിനും CPM-നും ഉണ്ട്. അപ്പോൾ വർഗീയവികാരം എത്ര ആളിച്ച് കത്തിച്ചാലും RSSൻ്റെ ശക്തി ഉണ്ടെങ്കിൽ പോലും BJP കേരളത്തിൽ ഒരു ഘടകമല്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു BJP-ക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ കിട്ടിയാലോ 1-2 ആവാനാണ് സാധ്യത. അതേസമയം കേരളം മുഴുവൻ നടക്കുന്ന പൊരിഞ്ഞ പോരാട്ടം LDF-ഉം UDF-ഉമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വൻപിച്ച വിജയം നേടിയ മന്ത്രിമാരെല്ലാം വീഴും ഉറപ്പാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ 1 സീറ്റാണ് കിട്ടിയത്, കൊല്ലം ജില്ലയിൽ 2 സീറ്റാണ് കിട്ടിയത്. ഇത്തവണ അതല്ല. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും പകുതിയിലധികം സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാണ്. മലബാറിൽ പല ജില്ലകളിലും മലപ്പുറമൊക്കെ തൂത്തുവാരിപ്പോവും, എറണാകുളം തൂത്തുവാരി കിട്ടും. മറ്റു ജില്ലകളെല്ലാം ഒരു 60-70% വോട്ടുകൾ UDF-ന് കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തരംഗത്തിൽ UDF-ൻ്റെ ഭരണമുണ്ടാകും. CPM-ൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലിപ്പോൾ CPM-ൻ്റെ മന്ത്രിമാരും അതുകൂടാതെ MLA-മാരും ഉൾപ്പെടെ ഉള്ളവർ അവരവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 15-ലധികം വരുന്ന, അതായത് സ്ഥാനാർത്ഥികളായിട്ടുള്ള മന്ത്രിമാർക്ക് അവരുടെ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള നിരീക്ഷണമാണ് ചെറിയാൻ ഫിലിപ്പ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.